നമസ്കാരം. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള കടുത്ത ശത്രുത. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരിക്കൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന വസ്തുത പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. പശ്ചിമേഷ്യയിലെ ഒരേയൊരു ജൂതരാഷ്ട്രമായ ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. സാംസ്കാരികമായും സാമ്പത്തികമായും സൈനികമായും അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് പരസ്പരം നശിപ്പിക്കാൻ വെമ്പുന്ന ശത്രുക്കളായി മാറിയത് എന്നത് സങ്കീർണമായ ചരിത്രപരമായ മാറ്റങ്ങളുടെ ഫലമാണ്. 1979 ഇറാനിയൻ വിപ്ലവമാണ് ഈ സൗഹൃദത്തിൻ്റെ അന്ത്യം കുറിച്ചതും ഇന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് അടിത്തറയിട്ടതും. ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസ ഷാ പഹ്ലവിയുടെ കാലത്ത് ഇസ്രയേലുമായി ഇറാൻ മികച്ച നയതന്ത്ര ബന്ധമാണ് പുലർത്തിയിരുന്നത്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിന്ന ഇസ്രയേലിന് ഇറാൻ്റെ സൗഹൃദം വലിയൊരു ആശ്വാസമായിരുന്നു. പകരം ഇറാൻ്റെ വികസനത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യയും സൈനിക സഹായവും ഇസ്രയേൽ നൽകി പോന്നു. എന്നാൽ 1979 അയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഇറാൻ്റെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അമേരിക്കയെ വലിയ സാത്താൻ എന്നും ഇസ്രയേലിനെ ചെറിയ സാത്താൻ എന്നുമാണ് വിപ്ലവകാരികൾ അന്ന് വിശേഷിപ്പിച്ചത്. ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ പുതിയ ഭരണകൂടം വിസമ്മതിച്ചു. ഇതോടെയാണ് വർഷങ്ങൾ നീണ്ട സൗഹൃദം ഒരൊറ്റ നിമിഷം കൊണ്ട് ശത്രുതയിലേക്ക് വഴിമാറിയത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഈ ശത്രുതയ്ക്ക് പ്രത്യയശാസ്ത്രപരമായ മൂർച്ച നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 1989 ഖൊമേനിയുടെ മരണശേഷം അധികാരമേറ്റ ഖമേനി ഇസ്രയേൽ വിരുദ്ധ യുദ്ധം കൂടുതൽ കർക്കശമാക്കി. ഇസ്രയേലിനെ പശ്ചിമേഷ്യയിലെ ഒരു ക്യാൻസർ ട്യൂമർ എന്നാണ് അയാൾ വിശേഷിപ്പിച്ചത്. ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നത് തൻ്റെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമാണെന്ന് അയാൾ പലപ്പോഴും പരസ്യമായി പ്രഖ്യാപിച്ചു. പലസ്തീൻ വിഷയത്തെ കേവലം ഒരു പ്രാദേശിക തർക്കമായല്ല, മറിച്ച് മുസ്ലിം ലോകത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായാണ് ഖമേനി അവതരിപ്പിച്ചത്. ഇത് ഇറാൻ്റെ വിദേശ നയത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുക പോലും ചെയ്തു. സൈനികമായി ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുവാൻ പ്രോക്സി സംഘടനകളെ വളർത്തിയെടുക്കുന്നതിൽ ഖമേനിയുടെ പങ്ക് നിർണായകമാണ്. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നത് ഇറാനാണ്. നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ഇത്തരം സംഘടനകളിലൂടെ ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഖമേനി സ്വീകരിച്ചിരുന്നത്. കൂടാതെ ഇറാൻ്റെ ആണവ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയുടെ വികാസവും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് തന്നെയുള്ള ഭീഷണിയായി മാറി. ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ കൈവരിച്ച സൈനിക വളർച്ച തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കുമപ്പുറം മതപരവും പ്രത്യയശാസ്ത്രപരവുമായ വിദ്വേഷമാണ് ഇറാനെ ഇസ്രയേലിൻ്റെ ശത്രുവാക്കി മാറ്റിയത്. അയത്തുള്ള ഖമേനി തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ ശത്രുതയെ ഇറാൻ്റെ ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഇന്ന് പശ്ചിമേഷ്യയിൽ നാം കാണുന്ന മിസൈൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഈ ചരിത്രപരമായ പകയുടെ തുടർച്ച മാത്രമാണ്. സമാധാനത്തിനുള്ള സാധ്യതകൾ വിദൂരമാണെന്ന് തോന്നിപ്പിക്കും വിധം ഈ ശത്രുത ആഴത്തിൽ വേരോടിയിരിക്കുന്നു. നയതന്ത്രതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാതെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള മഞ്ഞുരുകുക എന്നത് അസാധ്യമായ ഒന്നായി തുടരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.